നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംപ്രൂവിങ് പെർഫോമൻസ് ഓഫ് എ ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻ. അതിൽ ഫസ്റ്റ് പോയിന്റ് ഓഫ്ലോഡ് വർക്ക് ടു സെർവർ. നമുക്കറിയാം പ്രോസസ്സിംഗ് പവർ വെച്ചിട്ട് സെർവറിനാണ് ക്ലയൻറ്റിനേക്കാളും പ്രോസസ്സിംഗ് പവർ കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സസിനെ നമ്മൾ ഓഫ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. സോ ഓഫ്ലോഡിങ് ചെയ്യുമ്പോഴത്തേനും ഇപ്പം നമ്മൾ ചില കൂടുതൽ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സിനെ നമ്മൾ ഓഫ്ലോഡ് ചെയ്യുമ്പോഴത്തേനുമുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്പീഡ് കൂടും. ഓക്കെ, നമ്മളുടെ ടാസ്ക് ഇപ്പം 5 മില്ലി സെക്കൻഡ്സ് എടുക്കുന്ന ടാസ്ക് ചിലപ്പോൾ 3 മില്ലി സെക്കൻഡ്സ് കൊണ്ട് തീരും. അപ്പോൾ അവിടെ ഒരു 2 മില്ലി സെക്കൻഡ്സ് നമുക്ക് അവിടെ ലാഭമാണ് വരുന്നത്. ഓഫ്ലോഡിങ് ചെയ്യുമ്പോഴത്തേനും അങ്ങനത്തെ അഡ്വാൻറ്റേജസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. റെഡ്യൂസ് ദ ടോട്ടൽ എക്സിക്യൂഷൻ ടൈം. നമുക്കറിയാം നമ്മുടെ സെർവർ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി പവർഫുൾ. കാൽക്കുലേഷൻസ് ആയിക്കോട്ടെ, എക്സ്റ്റെൻസീവ് ഡേറ്റാബേസ് സെർച്ചസ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് കേപ്പബിലിറ്റി ഒരാളാണ് സെർവർ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം നമ്മളുടെ സെർവറിന് യൂഷ്വലി എടുക്കുന്ന ടൈം എന്തൊക്കെയാണ്? റിക്വസ്റ്റ് റിസീവ് ചെയ്യുന്ന ടൈം എടുക്കും, ആ റിക്വസ്റ്റിനെ പ്രോസസ്സ് ചെയ്യുന്ന ടൈം എടുക്കും, അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈം എടുക്കും, റിസൾട്ടിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ടൈം എടുക്കും. ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ഇഫ് യു ആർ യൂസിങ് എ ഹൈ സ്പീഡ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ടോപ്പോളജി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് ഹൈ സ്പീഡായിരിക്കും അല്ലേ? സോ എക്സ്ട്രാ ട്രാഫിക് വരുവാണെങ്കിൽ പോലും ലെസ് ടൈമിൽ നമുക്ക് സെർവറിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ സെർവറിന് ഫങ്ഷൻസ് എന്താണ് പറയുന്നത്, ഇപ്പം ഓരോന്ന് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈം എടുക്കുക ലെസ് ആയിരിക്കും. അപ്പം ഇതിപ്പോൾ ഒരു മെത്തേഡ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ ഇപ്പം ഒരു സെർവർ പെർസ്പെക്റ്റീവിലാണെങ്കിലും ഒരു ക്ലയൻറ്റ് പെർസ്പെക്റ്റീവിലാണെന്നുണ്ടെങ്കിലും എടുക്കുന്ന എക്സിക്യൂഷൻ ടൈം കുറവാക്കാനായിട്ട്, ഇപ്പം എനിക്കിപ്പോൾ ക്ലയൻറ്റിൽ ഒരു റിക്വസ്റ്റ് എനിക്ക് ക്ലയൻറ്റിലോട്ട് വന്നു, ഇവിടെ ഇപ്പോൾ എനിക്ക് ഒരു റിക്വസ്റ്റ് സെർവറിലോട്ട് പോയി. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സാധനം സ്പീഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ടോട്ടൽ എക്സിക്യൂഷൻ ടൈം സ്പീഡ് കൂടാനായിട്ട് സാധിക്കില്ലേ? അത്രയേ ഉള്ളൂ കാര്യം. അപ്പം അതിനായിട്ട്, അതായത് നമ്മളുടെ ടോട്ടൽ എക്സിക്യൂഷൻ ടൈം റിഡ്യൂസ് ചെയ്യാനായിട്ടുള്ള നമുക്ക് മെഷേഴ്സ് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് യൂസിങ് എ മൾട്ടി ടാസ്കിങ് ക്ലയൻറ്റ്. സോ മൾട്ടി ടാസ്കിങ് ക്ലയൻറ്റ് എന്ന് പറയുമ്പോഴത്തേനും എന്താണ്, ഇപ്പോൾ സെർവറിലോട്ട് പോവാതെ തന്നെ ക്ലയൻറ്റിനെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന നീഡ്സ് ഉള്ളതുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമില്ല, സെർവറിൻ്റെ റെസ്പോൺസിനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഹിയർ വി ആർ സേവിങ് ടൈം ഓൾസോ, ഹിയർ വി ആർ സ്പീഡി നമ്മൾ റെസ്പോൺസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ മൾട്ടി ടാസ്കിങ് ക്ലയൻറ്റ് എന്ന് പറയുന്നതും ഇറ്റ്സ് എ പോസിബിലിറ്റി. അപ്പം അതിന് നമ്മൾ യൂഷ്വലി ഇപ്പോൾ മാനേജ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ആയിക്കോട്ടെ വിത്ത് റെസ്പെക്ട് ടു ഇലക്ട്രോണിക് മെയിൽസ്, അല്ലാന്നുണ്ടെങ്കിൽ ഡേറ്റ കളക്ഷൻ റിമൂവ് ചെയ്യുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയും മാനേജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഫങ്ഷനാലിറ്റീസ് മാനേജ് ചെയ്യാനായിട്ട് ക്ലയൻറ്റിനെ കൊണ്ട് സാധിക്കും. ഇപ്പം ഒരു DDO OLE ഒക്കെ മാനേജ് ചെയ്യാനായിട്ട് ക്ലയൻറ്റിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് അത്രയും ടൈം അവിടെ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു 4 അഡ്വാൻറ്റേജസോ അല്ലെങ്കിൽ 4 ഇംപ്രൂവ്മെൻറ്റ്സിൻ്റെ ജിസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയാണ്. സോ ബേസിക്കലി സിസ്റ്റം ഡെവലപ്പേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം ഒരു ഡെവലപ്പറിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ ചോദിക്കുകയാണ്, ഇപ്പം ക്രിയേറ്റ് ചെയ്യാനും കമ്പൈൽ ചെയ്യാനും ലിങ്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും ഒക്കെ അറ്റ് എ ടൈമിൽ പാരലായിട്ട് നടന്നു എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ദേ വിൽ ഒബ്വിയസ്ലി ബി ഹാപ്പി, റൈറ്റ്? അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ക്ലയൻറ്റ് സെർവറിൻ്റെ കാര്യം പറയുന്നത്. അതായത് 4 പ്രോസസ്സിനെയും 1, പിന്നെ അത് കഴിഞ്ഞ് 2, അത് കഴിഞ്ഞ് 3, അത് കഴിഞ്ഞ് 4 എന്ന് പറഞ്ഞ് ചെയ്യുന്നതിനേക്കാളും പാരലായിട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മച്ച് അപ്രീഷിയേറ്റഡ്, മച്ച് ടൈം എഫിഷ്യൻ്റ് ആയിരിക്കും അത്. പക്ഷേ ഗിവൺ ദാറ്റ് ദ വൺ ഡസൻറ്റ് ഡിപ്പെൻഡ് ഓൺ ദ പ്രീവിയസ് പ്രോസസ്സ്, റൈറ്റ്? അപ്പോൾ അങ്ങനത്തെ പോസിബിലിറ്റീസ് വി ക്യാൻ മേക്ക് അല്ലെങ്കിൽ വി ക്യാൻ യൂസ്. ഇപ്പോൾ കേസ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് നമ്മളുടെ ക്ലയൻറ്റിനെ മൾട്ടി ടാസ്കിങ് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് തിങ് ഇസ് സിംഗിൾ സിസ്റ്റം ഇമേജ്. നമുക്കറിയാം നമ്മളുടെ ക്ലയൻറ്റ് സെർവർ ഹെട്രോജനസ് ആണ്. അപ്പോൾ അതിനെ ഫങ്ഷനാലിറ്റി കൂട്ടാനായിട്ട് നമുക്ക് സിംഗിൾ സിസ്റ്റം ഇമേജ് യൂസ് ചെയ്യും. സിംഗിൾ സിസ്റ്റം ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇല്യൂഷനാണ് സിംഗിൾ സിസ്റ്റം ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മളുടെ റിസോഴ്സസ് എന്ന് പറയുന്നത് ഇറ്റ് എക്സിസ്റ്റ് as വൺ പവർഫുൾ റിസോഴ്സ്. അതായത് എൻ്റെ പല യൂസേഴ്സ് ആക്ച്വൽ റിസോഴ്സ് ഇറ്റ് മൈറ്റ് ബി ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് പീസസ് ഒക്കെ ആയിട്ടായിരിക്കും കിടക്കുന്നത്. പക്ഷേ ഒരു യൂസർ നോക്കുമ്പോഴത്തേനും ഇതൊരൊറ്റ സൈഡിൽ നിന്നാണ് എടുത്ത് തിരിച്ചു വരുന്നത് എന്നുള്ളത്. ഇപ്പം ഞാൻ എൻ്റെ ഇൻ്റർനെറ്റിൻ്റെ കാര്യം എടുക്കാം. ഓക്കെ, ഇപ്പം ഞാനിപ്പം ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുകയാണ്, ഞാനൊരു യൂസർ 1 യൂസർ 2 ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുവാണ്. ഓക്കെ, ഞാനിപ്പോൾ ഡേറ്റ കൊടുക്കുന്നു, എനിക്ക് ഡേറ്റ തിരിച്ചു കിട്ടുന്നു, ഡേറ്റ കൊടുക്കുന്നു, ഡേറ്റ തിരിച്ചു കിട്ടുന്നു. അപ്പം ഞാനിപ്പം ആദ്യത്തെ ഡേറ്റ ഞാൻ എടുത്തത് ഇപ്പം ഒരു ന്യൂസ് ചാനലിൽ നിന്നായിരിക്കും, അടുത്ത ഡേറ്റ എടുക്കുന്ന ഫേസ്ബുക്കിൽ നിന്നായിരിക്കും, പിന്നെ എടുക്കുന്ന ഇൻസ്റ്റഗ്രാമിൽ ആയിരിക്കും. പക്ഷേ ഡു യു തിങ്ക് ദാറ്റ് ദീസ് 3 are 3 different resources? No, it appears to be a single resource. That is a SSI, സിംഗിൾ സിസ്റ്റം ഇമേജ്. അതിൻ്റെ ഒരു ഞാനിപ്പോൾ പറഞ്ഞൊരു പ്രിൻസിപ്പിളാണ്. അതായത് ഇങ്ങനെയാണ് നമ്മളൊരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
SSI എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ് അപ്പിയേഴ്സ് ഈ സിംഗിൾ മെഷീനായിട്ടാണ് യൂസറിന് അപ്പിയർ ചെയ്യുന്നത്. യൂസർ ആയിക്കോട്ടെ, ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, നെറ്റ്വർക്ക് ആയിക്കോട്ടെ, ഇറ്റ് വിൽ ബി ജസ്റ്റ് എ സിംഗിൾ യൂണിറ്റ്. അതായത് ഏതൊരു വർക്ക് സ്റ്റേഷനിൽ നിന്ന് യൂസർ ആക്സസ് ചെയ്ത് കഴിഞ്ഞാലും ഇറ്റ് വിൽ ബി ദ സെയിം സെറ്റ് ഓഫ് റിസോഴ്സസ് ദാറ്റ് വിൽ ബി അപ്ലിക്കബിൾ. ഇപ്പം ഞാനൊരു സിസ്റ്റം എയിൽ നിന്ന് നോക്കുമ്പോഴത്തേനും എനിക്ക് കിട്ടുന്ന റിസോഴ്സസ് സെയിം ആയിരിക്കും, ബിയിൽ നിന്ന് യൂസ് ചെയ്യുമ്പോഴത്തേനും റിസോഴ്സസ് സെയിം ആയിരിക്കും. ബട്ട് ഇൻ റിയാലിറ്റി ദിസ് വൺ റിസോഴ്സ് ഇസ് ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. കണ്ടോ, ഇവിടെ ഒരു ടെക്നോളജിക്കൽ ട്രാൻസ്പെറൻസിയാണ് ഇവിടെ ഇടയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് സർവീസസും യൂസേഴ്സും തമ്മിലൊരു ടെക്നോളജിക്കൽ ട്രാൻസ്പെറൻസിയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് എ സിംഗിൾ സിസ്റ്റം ഇമേജ് ഇസ് ഓൾ അബൌട്ട്. സോ ഇവിടെ നമ്മൾ പുറകിലത്തെ വർക്കിങ്ങിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു ക്ലയൻ്റ് ഉണ്ട്, ഇവിടെ ഒരു സെർവർ ഉണ്ട്, ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നു, ഇങ്ങനെ മാറുന്നു, ഇവിടെ അല്ലെ വേറൊരു സെർവറിലോട്ട് പോകുന്നു, നത്തിങ്. ആസ് എ യൂസർ വാട്ട് ഐ നീഡ്, എൻ്റെ റിക്വസ്റ്റിൻ്റെ ഒരു റെസ്പോൺസ് വേണം, ആൻഡ് ദാറ്റ് ഐ എം ഗെറ്റിംഗ്. SSIയുടെ അടുത്ത എന്നുള്ള പറഞ്ഞത് ദി എൻവയറമെൻറ്റ്സ് ദാറ്റ് വി യൂസിങ് ഇൻ SSI ഇസ് സിംഗിൾ ഫയൽ ഹൈറാർക്കി. AFS, സോളാറിസ് ഒക്കെ പോലെ സിംഗിൾ ഫയൽ ഹൈറാർക്കി നമ്മൾ യൂസ് ചെയ്യുന്നത്. സിംഗിൾ കൺട്രോൾ പോയിൻറ്റ്, ഒരൊറ്റ യൂസറിന് ഒരൊറ്റ കൺട്രോൾ പോയിൻ്റാണ്. ഇപ്പോൾ ഒരു GUI ഞാൻ പ്രൊവൈഡ് ചെയ്യുവാണ്, ഓക്കെ, സെർച്ച്, ഇതെൻ്റെ കൺട്രോൾ പോയിൻ്റാണ്. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും എൻ്റെ റിക്വസ്റ്റ് പോകത്തുള്ളൂ, ആൻഡ് മൈ ഡേറ്റ വിൽ ബി റിട്രീവ്ഡ് ആൻഡ് ഗിവൺ. സോ ഹെൻസ് ദ സിംഗിൾ കൺട്രോൾ പോയിൻറ്റ്. സിംഗിൾ വെർച്വൽ നെറ്റ്വർക്ക്, സിംഗിൾ മെമ്മറി സ്പേസ്, ജോബ് മാനേജ്മെൻറ്റ്, സിംഗിൾ യൂസർ ഇൻ്റർഫേസ്, സെക്യൂരിറ്റി പ്രൊസീജിയർ ആയിക്കോട്ടെ, ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, സ്റ്റാൻഡേർഡ് ഫങ്ഷണാലിറ്റീസ് ആയിക്കോട്ടെ, എല്ലാത്തിനും ഒന്നേ ഒന്ന് എന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലാതെ ഒന്നായിട്ട് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. സോ ദ സ്റ്റാൻഡേർഡ് ഫങ്ഷൻസും ദേ വിൽ ബി വർക്കിംഗ് ഇൻ ദ സെയിം വേ വിത്ത് ദ മിനിമൽ ട്രെയിനിങ്. അപ്പം നിങ്ങൾക്ക് എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിംഗിൾ സിസ്റ്റം ഇമേജിങ്ങിന് നമ്മൾ അതിൻ്റെ എൻവയറമെൻറ്റ് പറയുമ്പോൾ എല്ലാം സിംഗിൾ ആയിരിക്കും. ഫയൽ ഹൈറാർക്കി ആയിക്കോട്ടെ, കൺട്രോൾ പോയിൻ്റ് ആയിക്കോട്ടെ, യൂസർ ഇൻ്റർഫേസ് ആയിക്കോട്ടെ, എല്ലാം ഒരൊറ്റ പോയിൻ്റേ കാണത്തുള്ളൂ. അപ്പം അതാണ് നമ്മൾ SSI കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ SSI ഇത് നമ്മൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ടെക്നോളജിക്കൽ ട്രാൻസ്പെറൻസി യൂസ് ചെയ്തിട്ടാണ്. സം ഓഫ് ദി ബെനിഫിറ്റ്സ് ആർ യൂട്ടിലൈസേഷൻ ഓഫ് സിസ്റ്റം റിസോഴ്സസ്. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസോഴ്സസ് ഇവിടെ ഇവരിപ്പം ഒരു ഒറ്റ ഷെൽട്ടർ അല്ലെങ്കിൽ ഒറ്റ പോയിൻ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കുമ്പോഴത്തേനും നമുക്ക് റിസോഴ്സസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം, അതിന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രോസസ് മൈഗ്രേഷന് ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യും, അത് പോസിബിൾ ആക്കും. ഹൗ? ബിക്കോസ് വർക്ക് സ്റ്റേഷൻ, ഇപ്പോൾ ഒരു വർക്ക് സ്റ്റേഷനിൽ നിന്ന് വേറൊരു വർക്ക് സ്റ്റേഷനിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് അവരവിടെ പോസിബിൾ ആക്കുന്നത്. പിന്നെ റിലയബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യും, അവൈലബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യും, അതുപോലെ റെസ്പോൺസ് ടൈമും പെർഫോമൻസ് ഒക്കെ ബെറ്റർ ആവും, മാനേജ്മെൻറ്റ് ഈസി ആവും, ഓപ്പറേഷണൽ എറേഴ്സ് റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ആർക്കിടെക്ചേഴ്സ്, നമ്മളുടെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിന് ഒരു ആർക്കിടെക്ചർ പ്രൊവൈഡ് ചെയ്യാനായിട്ടും സാധിക്കും. ഇത്രയാണ് അഡ്വാൻറ്റേജസ്. SSI യൂസ് ചെയ്യുമ്പോഴത്തേനും പ്ലീസ് മേക്ക് ഷുവർ നിങ്ങൾ ഡയഗ്രാം വരച്ച് ഡെഫിനിഷനും അതിന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളും എഴുതിയെന്നുണ്ടെങ്കിൽ. അപ്പോൾ എനിക്കറിയാം ഇപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പറയും ഇമേജസും അഡ്വാൻറ്റേജസ് ഒക്കെ ജസ്റ്റ് വായിച്ചു പോയുള്ളൂ, കാരണം ഇത് വായിച്ചു പോകാനുള്ളതേ ഉള്ളൂ. Again, it's very understandable from the points itself. അടുത്ത നമ്മൾ നോക്കുന്നത് ഡൗൺസൈസിങ്, റൈറ്റ്സൈസിങ് ആൻഡ് അപ്സൈസിങ്. അപ്പം അഗൈൻ ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഡൗൺസൈസിങ്, റൈറ്റ്സൈസിങ് ഒക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡൗൺസൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയൊരു സാധനത്തിൽ നിന്ന് ഞാൻ ചെറിയൊരു സൈസ് ആക്കുന്നു. നെയിമിൽ നിന്നും അങ്ങനെയല്ല നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പം അത് ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂഷ്വലി ബിസിനസ് ആപ്ലിക്കേഷൻസ് ആദ്യമേ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന എന്തിലായിരുന്നു? മെയിൻ ഫ്രെയിംസിലായിരുന്നു, അല്ലേ? മെയിൻ ഫ്രെയിംസിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നവർ PC-യിലോട്ട് ഡൗൺ സൈസ് ചെയ്യുവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കോസ്റ്റ് റിഡക്ഷൻ വരുന്നുണ്ട്, അല്ലേ? കോസ്റ്റ് റിഡക്ഷൻ വരുന്നുണ്ട്, മോർ പവർഫുള്ളാണ്, അത് പവർ കൂടുതലാണ്. അപ്പം മെയിൻ ഫ്രെയിംസിന് യൂസ് ചെയ്ത് സ്ട്രക്ചർ വൈസ് ആണെങ്കിലും കോസ്റ്റ് വൈസ് ആണെങ്കിലും ഒരു റിഡക്ഷനാണ് വരുന്നത്. എന്നാൽ ഫങ്ഷനാലിറ്റിയിൽ അവിടെ പെർഫോമൻസിലോ അതിലൊന്നും ഒരു ഇഷ്യൂ വരുന്നില്ല. അപ്പോൾ അതാണ് അവിടെ ഡൗൺ സൈസിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ബിസിനസ് ആപ്ലിക്കേഷൻ അവരുടെ നെസസിറ്റിക്ക് അനുസരിച്ച് മെയിൻ ഫ്രെയിമിൽ നിന്ന് PC-യിലോട്ട് ഡൗൺ ഗ്രേഡ് ചെയ്യുമോ, അല്ലെങ്കിൽ താഴോട്ട് പോകുന്നു, ഡൗൺ സൈസ് ചെയ്യുന്നു. വലിയൊരു സൈസിൽ നിന്ന്, മെയിൻ ഫ്രെയിമിൻ്റെ വലിപ്പം അറിയാലോ, ചെറിയൊരു സൈസിലോട്ട് നമ്മൾ കുറയ്ക്കുന്നു. അതിനാണ് ഡൗൺ സൈസിങ് നമ്മൾ പറയുന്നത്. ബെറ്റർ പെർഫോമൻസ്, ഫ്ലെക്സിബിലിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യും, അതൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഡൗൺ സൈസിങ് എന്ന് പറയുമ്പോൾ ഇത് ബിസിനസ് ആസ്പെക്റ്റീവിലാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ആസ്പെക്റ്റീവിലുണ്ട് ലെസ് എക്സ്പെൻസീവ് PCs നമുക്ക് പറയാം. പിന്നെ ബിസിനസ് ഡൗൺ സൈസിങ് എന്ന് പറയുന്നത് റീ എഞ്ചിനീയറിങ് ചെയ്യുമ്പോൾ തന്നെ, അതായത് കുറേ കാര്യങ്ങൾ, ഇപ്പോൾ കുറേ പോളിസീസ് റൂൾസും ഒക്കെ ഉണ്ട്, അതിനെ ഞാൻ കുറച്ചുകൂടി ചുരുക്കുകയാണ്. എനിക്ക് ആവശ്യമുള്ളത് ഇത്രയേ ഉള്ളൂ. അതെൻ്റെ ബിസിനസ് ഡൗൺ സൈസിങ് ആണ്. കൾച്ചറൽ ഡൗൺ സൈസിങ് ഉണ്ട്, ഓർഗനൈസേഷൻ ലെവൽസിൽ വിത്ത് റെസ്പെക്ട് ടു ലോക്കൽ ടീം, അവരുടെ ഇൻഡിവിജ്വൽസിനെ വെച്ചിട്ട് നമുക്ക് ഡൗൺ സൈസ് ചെയ്യാനായിട്ട് സാധിക്കും, റൈറ്റ്?
അപ്പോൾ ഡൗൺ സൈസിങ്ങിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് 3 പേഴ്സ്പെക്റ്റീവ്സിൽ അത് പറയാം: കമ്പ്യൂട്ടർ, ബിസിനസ് ആൻഡ് കൾച്ചറൽ. റൈറ്റ് സൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ദ റൈറ്റ് പ്ലാറ്റ്ഫോം, ടു ദി അപ്രോപ്രിയേറ്റ് പ്ലാറ്റ്ഫോം. അതായത് ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷനെ കറക്റ്റ് സെർവർ പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ, സോ ദാറ്റ് ദി എക്സിസ്റ്റ് ആസ് എ സിസ്റ്റം, അതിനെ ഞാൻ റൈറ്റ് സൈസിങ് എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ പസിൽ പീസസ് ഇല്ലേ, ഇപ്പോൾ പസിൽ പീസസിനെ കറക്റ്റ് പ്ലേസിലോട്ട് ഫിറ്റ് ചെയ്യുന്ന പരിപാടി, അതിനെയാണ് നമ്മൾ റൈറ്റ് സൈസിങ് എന്ന് പറയുന്നത്. അപ്പ് സൈസിങ് എന്ന് പറയുന്നത് അപ്പ് സൈസിങ്, അതായത് ഇപ്പം എൻ്റെ ഒരു ചെറിയൊരു പീസിനെ ഞാൻ വലുതാക്കുകയാണ്. ഓക്കെ, അപ്പം അതിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്? ഇപ്പം എൻ്റെ ലാൻഡ്സിൻ്റെ എക്സാമ്പിൾസ് എടുക്കുക. അപ്പോൾ ലാൻ എന്ന് പറയുന്നത് പണ്ട് എനിക്ക് ഹാർഡ്വെയർസുമായിട്ട് മാത്രമേ എനിക്ക് കണക്ഷൻസ് ഉണ്ടായിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇൻറ്റഗ്രേഷൻസ് ഉണ്ടായിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, പക്ഷേ ഇപ്പം ലാൻഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ ബോത്ത് ഡേറ്റ ആൻഡ് ആപ്ലിക്കേഷൻ അലോങ് വിത്ത് ദ ഹാർഡ്വെയറിൻ്റെ ഒരു ഇൻറ്റഗ്രേഷൻ കൂടാണ്ട് ഡേറ്റ ആൻഡ് ആപ്ലിക്കേഷൻ കൂടി വരണം. അപ്പോൾ അതായത് ചെറിയൊരു ലാനിൻ്റെ ഏരിയ ഓഫ് ഇംപ്ലിമെൻറ്റേഷനിൽ നിന്നും ലാൻ അടുത്തൊരു വലിയ ഏരിയയിലോട്ടാണ് പോയത്. So upsizing, bottom up trend. Okay, last topic of module 1 is the client server methodology. അതായത് നമുക്കിപ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കുറച്ച് സെറ്റ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾക്കിപ്പോൾ തോന്നും, ഇപ്പം നമ്മൾ ഇത്രയും പ്രോഗ്രസ്സിൻ്റെ കാര്യത്തിൽ, ഇത്രയും ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന എക്സിസ്റ്റിംഗ് മെത്തഡോളജീസിനെ മാറ്റം വരുത്തേണ്ടതല്ലേ? ടു ബി റൈറ്റ്, യെസ്, ഇപ്പം ശരിയാണ്, നമ്മൾക്ക് കറക്റ്റാണ്, നമ്മൾ പ്രഥമ നോക്കുമ്പോഴത്തേനും കറക്റ്റ് അല്ല. നമ്മളിപ്പം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെത്തഡോളജീസ് ഇപ്പോൾ ഇൻക്രീസിങ് ആയിട്ടുള്ള ടെക്നോളജീസ് വെച്ച് യൂസ് ചെയ്യുമ്പോഴത്തേനും, അതായത് നമ്മുടെ കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യുകയാണ്, നമ്മുടെ റിക്വയർമെൻറ്റ്സ് ബെറ്റർ ആവുകയാണ്. അപ്പോൾ അതേ മെത്തഡോളജീസ് യൂസ് ചെയ്യുക എന്നുള്ളത് ശരിയായ കാര്യമല്ലായിരിക്കും. പക്ഷേ മെത്തഡോളജീസ് എന്തുകൊണ്ടാണ് നമുക്ക് ആവശ്യം? നമ്മൾ ലാർജ് ആപ്ലിക്കേഷൻ്റെ ഓരോ കോമ്പണൻസ് ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ മെത്തേഡ്സ് ആവശ്യമുണ്ട്. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ് ആണെന്നുണ്ടെങ്കിൽ അതിന് മെത്തേഡ്സ് ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു ന്യൂ ജനറേഷൻ, ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് ഡെവലപ്പേഴ്സ് വരുവാണെന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ ഒരു കോമ്പണൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇറ്റ് നീഡ്സ് ടു ഫോളോ എ സെറ്റ് ഓഫ് മെത്തേഡ്സ്. സോ മെത്തഡോളജീസിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുമോ? വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് കോംപ്ലക്സിറ്റീസ് അനുസരിച്ച് ഈ ഒരു ബേസിൽ നിന്നാണ് നമ്മൾ പണിത് വരുന്നത്. ആൻഡ് ഹെൻസ് മെത്തഡോളജി ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിൻ്റെ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കുന്നത്.